കടയിൽ പോയപ്പോൾ നമ്മുടെ പുരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുര്യൻ പറഞ്ഞു, ഇത് വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കി തരാം, നോർത്ത് ഇന്ത്യൻ സംഭവമാണ്, ഒരു എന്താ പറയുക, അതിനിപ്പോൾ ഒരു സ്നാക്സാണ്, ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ബേൽപുരിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഹൽദ്രാമിൻ്റെ, അതുപോലെ എന്തൊക്കെയോ ഒരു സാധനമാണ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതേ പുരി വാങ്ങി, സവോള, മല്ലിയില, പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഇതേ നാരങ്ങ, പിന്നെ തക്കാളി, ഇതൊക്കെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം കപ്പലണ്ടി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ നിലക്കടല, ഇതിട്ട് ഒരു ബൗളിനകത്തേക്ക് ഇത് തട്ടിയിട്ടിട്ട് നമ്മുടെ ഇത് പച്ചക്ക് തന്നെയാണ് കേട്ടോ, വേറെ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്തോട്ടിട്ട് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ മല്ലിയിലയും പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചും പിന്നെ നമ്മുടെ എന്താ പറയുക വേറെ സാധനം കൊണ്ടാണ് തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇവൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് തന്നപ്പോഴത്തേക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഉണ്ടായ ഒരു ഫീൽ എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഏതോ ഹൈദരാബാദിലോ ഏതോ ഒരു അന്യസംസ്ഥാനത്ത് ചെന്നൊരു ഫീൽ എനിക്കുണ്ടായി ഇത് കഴിച്ചപ്പോൾ കേട്ടോ, ഈ കപ്പലണ്ടിയൊക്കെ ഇട്ടപ്പം. ഇത് കൂടാതെ ഞാൻ കടയിൽ നിന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു സാധനം വാങ്ങി, ഈ മിക്സർ ഉണ്ടല്ലോ, ഹൽദ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് മിക്സർ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്ത് തട്ടിയിട്ട് കഴിക്കാനെടുത്തപ്പോഴത്തേക്ക് എനിക്കൊരു വല്ലാത്ത ഫീലുണ്ട്. ഞാൻ ഏതോ നോർത്ത് ഇന്ത്യൻ ആൾക്കാരോ അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു തെരുവിൽ അകപ്പെട്ടൊരു ഫീൽ എനിക്ക് പെട്ടെന്ന് കിട്ടി. കുര്യൻ എന്തായാലും സംഭവം എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിത് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്, പക്ഷേ പിള്ളേർ എത്രത്തോളം ഇത് ടേസ്റ്റാക്കി എടുക്കും അല്ലെങ്കിൽ ഇത് കഴിക്കുമോ എന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇതിപ്പോൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിന് ശേഷം വേണം എനിക്കിഷ്ടപ്പെട്ടു ഏതായാലും. പക്ഷേ കുട്ടികൾക്ക് ഇത് ഈ ഒരു നോർത്ത് ഇന്ത്യൻ ഇതെല്ലാമായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, അത് പറയാൻ മതി കേട്ടോ. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് അവരിഷ്ടപ്പെടുമോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടില്ലായികയില്ല. നമ്മുടെ കേരളത്തിലെ ഫുഡാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ കുറച്ച് വെള്ളം ഒന്ന് കുടയണം കേട്ടോ, കാരണം ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടയണം. നല്ല പുളി ഉണ്ടാകും ഇതിന്. നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ മല്ലിയില ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുളി ഉണ്ടായിരുന്നു ഇതിന്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുളിയൊക്കെ എൻ്റെ നാവിലേക്ക് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നാവിലേക്ക് പുളിയൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ കുഴച്ച് പിഴിഞ്ഞ് നമ്മൾ അവിൽ നനയ്ക്കും പോലെ ഒന്നും ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നൈസായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താലും മാത്രം മതി. ഈ ഉപ്പും ഈ പുളിയും പിന്നെ നമ്മുടെ ആ ഒരു എല്ലാം മുളകും എല്ലാ സ്ഥലത്തും പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇളക്കി സെറ്റാക്കി സംഭവം എടുത്തിട്ടുണ്ട്. കഴിക്കാൻ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പുറത്തൊന്നും പോയി ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യൻ ആൾക്കാർ നടത്തുന്ന ഷോപ്പിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമില്ല. ഇതൊക്കെ അവിടെ ഉണ്ടെന്നാണ് കുര്യൻ പറഞ്ഞത്, എനിക്കറിയത്തില്ല കേട്ടോ. അതേ ഹൽദ്രാമിൻ്റെ മിക്സർ പൊട്ടിക്കുന്നുണ്ട്. അകത്ത് തന്നെ ഏകദേശം ഈ പറയുന്ന സാധനങ്ങൾ പൊരിയും സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതിന് തന്നെ പ്രത്യേക പുളിയും കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൽദ്രാമിൻ്റെ ഈ ഒരു സ്നാക്സ് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ കേട്ടോ. ഒട്ടുമിക്ക എല്ലാം ഞാൻ ഒരുവിധം കഴിച്ചിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ഇതിന് എന്തൊരു സാധനത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് എനിക്ക് ഉണ്ടാക്കി തന്നത് കേട്ടോ, അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ പേര് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഒരു അസുഖവും കാര്യങ്ങളും ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇത് കേട്ടോ.